ഇന്ന് 6ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഫസ്റ്റ് പാർട്ടിലായിട്ട് തെന്നാലി രാമൻ കഥകൾ എന്നതിൽ നിന്നുള്ള ഒരു ഭാഗം തന്നിട്ടുണ്ട്. തെന്നാലി രാമൻ കഥകളിലെ ഒരു കഥയുടെ ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ കഥയുടെ പേരായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്വന്തം ഭാഷ എന്നാണ്. ഒരിക്കൽ കൃഷ്ണദേവരായരുടെ അരമനയിൽ എത്തിച്ചേർന്ന ഒരു വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു. ഒരിക്കൽ കൃഷ്ണദേവരായരുടെ അരമന എന്ന് വെച്ചാൽ രാജകൊട്ടാരം എന്നാണ് അർത്ഥം. അരമന എന്ന് പറയുന്നത് രാജകൊട്ടാരം, കൊട്ടാരത്തെയാണ് അരമന എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കൽ കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന ഒരു വിദ്വാൻ എന്ന് വെച്ചാൽ എന്താണ്? പണ്ഡിതൻ, അറിവുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഒരു അറിവുള്ളവൻ, അതായത് ഒരു വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ രാജാക്കന്മാരെ കാണാൻ പോകുമ്പോൾ മുഖം കാണിക്കുക എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കൃഷ്ണദേവരായരുടെ അടുത്ത് ചെന്നിട്ട് ഒരു പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു: രാജാവേ, എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. പ്രാവീണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദഗ്ധ്യം, സാമർത്ഥ്യം, അറിവ് എന്നൊക്കെ പറയാട്ടോ. അപ്പൊ രാജാവേ, എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാധാന്യമുണ്ട്, അതായത് എനിക്ക് നിരവധി ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാം. പക്ഷേ എന്റെ മാതൃഭാഷ ഏതെന്നു ഞാൻ പറയില്ല. അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിലെ വിദ്വാൻമാരാണ്. അപ്പൊ ഇവിടെ പറയുന്നത്, രാജാവേ, എനിക്ക് ഒരുപാട് ഭാഷകൾ അറിയാം, നിരവധി ഭാഷകളിൽ എനിക്ക് പ്രാവീണ്യമുണ്ട്. പക്ഷേ എന്റെ മാതൃഭാഷ ഏതാണെന്ന് ഞാൻ പറയില്ല. അതായത് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഒത്തിരി ഭാഷകൾ അറിയാലേ. ഇപ്പൊ നിങ്ങളുടെ കാര്യം എടുക്കൂ. നിങ്ങൾക്ക് ഒരു പക്ഷേ മലയാളം അറിയുന്ന കുട്ടികൾ ഉണ്ടാവാം, ഇംഗ്ലീഷ് അറിയുന്നവരുണ്ടാവാം, ഹിന്ദി അറിയുന്നവരുണ്ടാവും അല്ലെ. പക്ഷെ നിങ്ങളുടെ മാതൃഭാഷ ഏതാണ്? മലയാളമാണ് അല്ലെ. ജനിച്ച നാൾ മുതൽ നമ്മൾ അതിനെ കഷ്ടപ്പെട്ട് പഠിച്ചെടുക്കാതെ നമുക്ക് ഏതൊരു പ്രതിസന്ധി വന്നാലും, ഇപ്പൊ സങ്കടം വന്നാലും സന്തോഷം വന്നാലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആശ്വസിപ്പിക്കണമെങ്കിലും എല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏത് ഭാഷയാണ്? മലയാളമാണ് അല്ലെ. കാരണം നമുക്ക് അതിൽ എന്താണ്? വാക്കുകൾ ചിന്തിക്കാതെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. അതായത് ആ സാഹചര്യത്തിനനുസരിച്ച് വാക്കുകൾ നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തും അല്ലെ. അതാണ് നമ്മുടെ മാതൃഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഗ്രാമർ നോക്കുകയോ അല്ലെങ്കിൽ വ്യാകരണത്തിന്റെ പ്രത്യേകതകൾ നോക്കുകയോ ഒന്നും വേണ്ട. ആ സിറ്റുവേഷൻ, ആ സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഭാഷകൾ അറിയാം, പക്ഷെ എന്റെ മാതൃഭാഷ ഏതാണെന്ന് ഞാൻ പറയില്ല. അത് ആര് കണ്ടുപിടിക്കണം? അങ്ങയുടെ സദസ്സിലെ പ്രഗത്ഭരായ ആളുകൾ, അതായത് ആ വിദ്വാൻമാർ കണ്ടുപിടിക്കണം. രാജാവ് ഓരോ ഭാഷയിലും പ്രാവീണ്യമുള്ളവരെ അവിടെ വിളിച്ചു വരുത്തി. എന്തൊരു അത്ഭുതം! വിദ്വാൻ എല്ലാ ഭാഷയും വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നു. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? ഓരോ ഭാഷയിലും കേമന്മാരായിട്ടുള്ള, ഓരോ ഭാഷയിലും പാണ്ഡിത്യമുള്ള ആളുകളെ പ്രത്യേകം വിളിച്ചു വരുത്തി. പക്ഷെ ഈ വിദ്വാൻ എന്താ ചെയ്തത്? അദ്ദേഹത്തിന് ഈ വിദ്വാൻ എന്താണ്? എല്ലാ ഭാഷകളും അറിയാം. അപ്പൊ എല്ലാ ഭാഷകളിലും വളരെ വൈദഗ്ധ്യത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്തു. ഓരോന്നും സ്വന്തം മാതൃഭാഷയെന്ന് തോന്നിക്കുമാറ് നല്ല ഒഴുക്കോടും സ്ഫുടതയോടും കൂടിയാണ് അയാളുടെ സംഭാഷണം. അപ്പൊ ഓരോന്നും സ്വന്തം മാതൃഭാഷയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന വിധത്തില് നല്ല ഫ്ലുവന്റ് ആയിട്ട്, നല്ല ഒഴുക്കോടുകൂടിയും അതേപോലെ തന്നെ സ്ഫുടതയോടുകൂടിയും, സ്ഫുടത എന്ന് പറഞ്ഞാൽ വ്യക്തത കേട്ടോ, നല്ല വ്യക്തമായിട്ടും തന്നെയാണ് അയാൾ എന്ത് ചെയ്തത്? അതിനെല്ലാം പ്രതികരിച്ചത്. അയാളുടെ സംഭാഷണം ആ രീതിയിലായിരുന്നു. രാജപണ്ഡിതർക്ക് വല്ലാത്ത ചിന്താക്കുഴപ്പം. വിദ്വാന്റെ മാതൃഭാഷ ഏതെന്ന് തിരിച്ചറിയുക മഹാബുദ്ധിമുട്ട്. അപ്പൊ നമുക്കിപ്പോ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ സംസാരിക്കണമെങ്കിൽ ഒരു തപ്പലും തടയലൊക്കെ ഉണ്ടാവും അല്ലെ, ചില സന്ദർഭങ്ങളിലൊക്കെ. പക്ഷെ ഇതൊന്നുമില്ലാതെ ഏത് ഭാഷയിൽ ചോദിച്ചാലും അതിന് എന്താണ്? നല്ല ഒഴുക്കോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ വിദ്വാൻ മറുപടി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ് അയാളുടെ മാതൃഭാഷ എന്ന് പണ്ഡിതന്മാർക്ക് കണ്ടെത്താൻ വയ്യാത്ത ഒരു അവസ്ഥയായി, കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായി. ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്താൻ രാജാവ് തെന്നാലി രാമനോടും ആവശ്യപ്പെട്ടു. സമസ്യ എന്ന് വെച്ചാൽ പ്രശ്നം കേട്ടോ. ഈ കഠിനമായ പ്രശ്നത്തിന്റെ സമസ്യ, കഠിനമായ പ്രശ്നം. ഒരു കഠിനമായ പ്രശ്നം അത് നേരിട്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്താൻ രാജാവ് തെന്നാലി രാമനോടും ആവശ്യപ്പെട്ടു. രാമൻ വിദ്വാന്റെ അടുത്തെത്തി. എന്നിട്ട് ഇവിടെ നോക്കൂ, ഈ ചിത്രത്തിൽ എന്താ ചെയ്തിരിക്കുന്നത്? തെന്നാലി രാമൻ വിദ്വാന്റെ കാലില് അമർത്തി ചവിട്ടി അല്ലെ. അപ്പൊ അമർത്തി ചവിട്ടിയപ്പോ ആ വിദ്വാൻ എന്താ ചെയ്തേ? അമ്മ എന്ന് ഉച്ചത്തിൽ അങ്ങ് നിലവിളിച്ചു അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആ വിദ്വാന്റെ മാതൃഭാഷ
മലയാളമാണെന്ന് മനസ്സിലാക്കാം അല്ലെ. അതായത് ഒരു വ്യക്തി എത്രയധികം ഭാഷകൾ പഠിച്ചാലും ഭയം, വേദന, അത്ഭുതം തുടങ്ങിയ തീവ്രമായ വികാരങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ആ നിമിഷം ആ വ്യക്തി അറിയാതെ തന്നെ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും? സ്വന്തം മാതൃഭാഷയിലായിരിക്കും. അതാണ് ഇവിടെ ഈ കഥ കൊണ്ട് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു വ്യക്തിക്ക് കുറേ ഭാഷകൾ അറിയാതിരിക്കട്ടെ, അതായത് ഒരു വ്യക്തി കുറേ ഭാഷകൾ പഠിച്ചാലും ഭയം, വേദന, സന്തോഷം, അത്ഭുതം ഇതൊക്കെ വരുന്ന സന്ദർഭത്തില് നമ്മളുടെ ഉള്ളിലുള്ള ഒരു തീവ്രമായ വികാരം നമ്മൾ പ്രകടിപ്പിക്കുന്ന എപ്പോഴും എങ്ങനെയായിരിക്കും? മാതൃഭാഷയിലായിരിക്കും. അതായത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, അതായത് പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് മനുഷ്യൻ എപ്പോഴും അഭയം പ്രാപിക്കുന്നത് എങ്ങനെയായിരിക്കും? തന്റെ മാതൃഭാഷയിലായിരിക്കും എന്നാണ് ഈ കഥ നമ്മോട് പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. 6ാം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസ്സുകളും ഈ ചാനലിൽ ലഭ്യമാണ്. എല്ലാത്തിന്റെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇടാം. ഫയൽ കയറിയാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കൂടി കാണാം കേട്ടോ. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠഭാഗത്തിന്റെ പേര് മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു. മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു. മാതൃഭാഷയിൽ കൂടിയാണ് നാം തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നത്. കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും നാം കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നു. അപ്പോ മാതൃഭാഷയിൽ കൂടിയാണ് നാം എന്ത് ചെയ്യുന്നത്? തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും എല്ലാം അറിയുന്നത് എന്നാണ് പറയുന്നത്. അതായത് മാതൃഭാഷയിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോന്നിന്റെ പേരുകളും മനസ്സിലാക്കി വരുന്നത്. അതായത് കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും, സ്പർശിക്കുക എന്ന് വെച്ചാൽ എന്താ? തൊടുക അല്ലെ, തൊട്ടു നോക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും ഒക്കെ നമ്മൾ കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നു അല്ലെ. നമുക്കൊരു മാമ്പഴം കിട്ടിയാൽ അതെന്താണ് ആ വസ്തു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേര് വേണം അല്ലെ. അപ്പൊ നമ്മൾ എന്തോ അതിന് പേര് പറയും? മാമ്പഴം എന്ന് നമ്മൾ അതിന് പേര് പറയും അല്ലെ. അപ്പൊ പിന്നീട് നമുക്ക് ആ വസ്തു കാണുമ്പോൾ നമ്മൾക്കറിയാം അത് എന്താണ്, അത് മാമ്പഴമാണെന്ന് അറിയാം അല്ലെ. അപ്പൊ നമ്മൾ അതിനെ തൊട്ട് കാണുമ്പോൾ നമ്മൾക്ക് എന്ത് മനസ്സിലാവും? അത് മാമ്പഴമാണെന്ന് മനസ്സിലാവും അല്ലെ. അങ്ങനെ നമ്മൾ ഓരോ പ്രകൃതിയിലെ വസ്തുക്കളെയും കാണുമ്പോഴും കേൾക്കുമ്പോഴും തൊടുമ്പോഴും രുചിക്കുമ്പോഴും അങ്ങനെ ഓരോ അനുഭവങ്ങളിലും നമ്മൾ അതിനെ ഓരോ പേരിട്ട് വിളിച്ചിട്ടാണ് അത് ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നതും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം അല്ലെ. അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല അവയുടെ അനുഭവം കൂടി നാം അറിയുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ആ വസ്തു നമ്മൾ അറിയുന്ന സമയത്ത് അതെന്താണെന്നുള്ള അതിന്റെ ഒരു ആശയം മാത്രമല്ല എന്ത് ചെയ്യുന്നുണ്ട്? അവയുടെ അനുഭവം കൂടി നമ്മൾ അറിയുന്നുണ്ട് അല്ലെ. ഇപ്പൊ അതായത് ഒരു പൂവിന്റെ മണമാണെങ്കിൽ നമുക്ക് പിന്നീട് ആ മണം എവിടെ കേട്ടാലും എന്ത് ചെയ്യാൻ പറ്റും? അത് ഇന്ന പൂവിൻ്റെതാണെന്ന് ആ ഒരു അനുഭവം നമ്മുടെ ഉള്ളില് ഉണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ അനുഭവം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല അമ്മയോടുള്ള സ്നേഹബന്ധം കൂടി ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അമ്മയുടെ വേറൊരു രൂപം മാത്രമല്ലല്ലോ ഓർമ്മ വരുന്നത് അല്ലെ. അമ്മയോടുള്ള സ്നേഹം, അമ്മയ്ക്ക് നമ്മളോടുള്ള വാത്സല്യം അല്ലെ, എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. മാതൃഭാഷയിലെ വാക്കിൽ അർത്ഥം മാത്രമല്ല ഭാവവും കൂടിയുണ്ട്. ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും നിലാവ് എന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു. അനുഭൂതി ലോകവുമായി ചേർന്ന് നിൽക്കുന്നത് മാതൃഭാഷയാണ്. അപ്പൊ മാതൃഭാഷ എന്ന് പറയുമ്പോൾ അതിന് ആ ഒരു വാക്കിന് വെറും ഒരു അർത്ഥം മാത്രമല്ല അതിനൊരു ഭാവം കൂടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇടി എന്ന് കേൾക്കുമ്പോൾ ഇടി എന്ന് നമ്മൾ ചിന്തിക്കാതെ ഇടി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പേടി വരുന്നുണ്ട്, ഒരു പേടിയുടെ ഒരു ഭാവം ഉണ്ടാവുന്നുണ്ട്. നിലാവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സുന്ദരമായ ഒരു രാത്രിയുള്ള ഒരു കുളിർമ അല്ലെ, അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഓരോ അനുഭവത്തിന്റെയും അനുഭൂതി തലങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരാൻ അല്ലെങ്കിൽ ആ അനുഭൂതി തലങ്ങളിലേക്ക് നമ്മളെ ചേർത്ത് നിർത്താൻ കൂടി ഏതിന് കഴിയുന്നുണ്ട്? മാതൃഭാഷയ്ക്ക് കഴിയുന്നുണ്ട്. വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവ ഏറ്റവും ആഴത്തിൽ പതിയുന്ന ഭാഷയിൽ തന്നെ വേണം. ആഴത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയവുമെല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയിൽ തന്നെ ആയിരിക്കണം. ഇപ്പൊ നമ്മളെ ഒരാൾ ചീത്ത വിളിച്ചു എന്ന് വിചാരിക്കും അല്ലെ. മലയാളത്തിൽ ചീത്ത വിളിക്കുമ്പോ നമ്മൾക്കത് പെട്ടെന്ന് ആ ഓരോ വാക്കുകൾ അറിയാൻ പറ്റും. ആ ചീത്ത വിളിക്കുന്നതിന്റെ ആ ഒരു തീവ്രതയ്ക്ക് അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ദേഷ്യം വരും അല്ലെ, സങ്കടം വരും അല്ലെ. അതേസമയം മറ്റേതെങ്കിലും ഭാഷയിലാണെങ്കിലോ നമുക്ക് അത്ര കൊള്ളില്ല അല്ലെ.
അതായത് നമുക്കത് മനസ്സിലാവില്ല, അയാൾ എന്താണ് നമ്മളെ പറഞ്ഞത് എന്ന് ചില സമയം നമുക്ക് മനസ്സിലാവില്ല. അപ്പോ അതേപോലെ തന്നെ സ്നേഹം അല്ലെ, നമ്മുടെ അടുത്ത് മാതൃഭാഷയില് നല്ല മലയാളത്തില് നമ്മളെ കുറച്ച് സ്നേഹവാക്കുകളൊക്കെ പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിച്ചാൽ നമ്മളുടെ ഉള്ളിൽ നല്ലൊരു സന്തോഷം തോന്നും അല്ലെ. അത്രയും സന്തോഷം എന്ത് കിട്ടില്ല നമുക്ക് മറ്റു ഭാഷകളിൽ നമ്മളെ ഒരാൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. മനസ്സിലായോ? ഇതൊക്കെ നമ്മുടെ അനുഭവ തലങ്ങളാണ് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെയാണ് വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും. നമുക്കൊരാളോട് സ്നേഹം, നമ്മുടെ ഉള്ളിലെ സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാവുന്ന നമ്മുടെ മലയാളത്തിൽ നമ്മുടെ മാതൃഭാഷയിൽ തന്നെ ആ ആളോട് നമ്മൾ സംസാരിക്കണം അല്ലെ. അല്ലാതെ മറ്റു ഭാഷകൾ ഉപയോഗിച്ചാൽ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതവിടെ എത്തിക്കാൻ നമുക്ക് ഒരു പക്ഷേ പ്രയാസം നേരിടാം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിലാകുമ്പോൾ മാത്രമാണ് അതിൻ്റെത് മറ്റുള്ളവരിലേക്ക് ആ വികാരത്തോടു കൂടി കടന്നു ചെല്ലുന്നത് എന്നാണ് പറയുന്നത്. ഏത് കൃത്രിമമായ ഇതര ഭാഷാന്തരീക്ഷത്തിലും തലയിൽ ഒരു തേങ്ങ വന്ന് വീണാൽ നാം നിലവിളിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും. അതുകൊണ്ട് വികാരപരമായ വിദ്യാഭ്യാസത്തിന്റെ ഭാഷ മാതൃഭാഷ തന്നെ. അത് അറിവിനെ അനുഭൂതിയാക്കി മാറ്റുന്നു. നമുക്ക് ഭാവനാപരമായ ജീവിതം നൽകുന്നത് ഭാഷയും സാഹിത്യവുമാണ്. സാഹിത്യം ഇങ്ങനെ ഒരനുഭവത്തെ പലതാക്കി പെരുക്കുന്നു. ഇപ്പൊ തെന്നാലി രാമന്റെ കഥ കേട്ടത് ഓർമ്മയില്ലേ? അതായത് ആ വിദ്വാൻ എല്ലാ ഭാഷകളും ഒരുപോലെയൊക്കെ കൈകാര്യം ചെയ്ത് സമർത്ഥനായിട്ട് നിന്നതായിരുന്നു അല്ലെ. പക്ഷെ തെന്നാലി രാമൻ വന്ന് കാലിലൊരു ചവിട്ട് കൊടുത്തപ്പോ എന്താ ഉണ്ടായേ? അമ്മേന്ന് നിലവിളിച്ചു അല്ലെ. അപ്പൊ അതുപോലെ നമ്മൾക്കുള്ളിൽ നമുക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നാൽ നമ്മൾ മാതൃഭാഷയിലായിരിക്കും ഏറ്റവും ആദ്യം എന്ത് ചെയ്യുന്നത്? പ്രതികരിക്കുന്നത്. അത് നമ്മള് ഏതൊരു സദസ്സായിക്കോട്ടെ, ഏതൊരു അന്യഭാഷകളുടെ ലോകത്തായിക്കോട്ടെ പക്ഷേ നമ്മൾ പ്രതികരിച്ചു പോകുന്നത് ഏത് ഭാഷയിലായിരിക്കും? അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ, മാതൃഭാഷയിലായിരിക്കും എന്നാണ് പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല, നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? പഞ്ചേന്ദ്രിയങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളാണ് കേട്ടോ. മനുഷ്യനിലുള്ള 5 ഇന്ദ്രിയങ്ങളാണ്. ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. ഇതാണ് പഞ്ചേന്ദ്രിയങ്ങൾ അഥവാ 5 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് അല്ലെ നമ്മൾ ഓരോ കാര്യങ്ങളും അറിയുന്നതും അനുഭവിക്കുന്നതും എല്ലാം അല്ലെ. അപ്പോ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല, നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്നു. പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴയില്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു. ഇപ്പൊ പുഴ എന്നൊരാൾ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആ പുഴയുടെ ഒരു ചിത്രം ഒഴുകി വരും അല്ലെ. പക്ഷെ നമ്മുടെ മുന്നിൽ പുഴയുണ്ടോ? പുഴ ഇല്ല. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് എന്ത് കടന്നു വരും? ആ പുഴയുടെ ചിത്രം കടന്നു വരും. കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി എന്ന കവിതാഭാഗം ആസ്വദിക്കാൻ മുന്നിൽ പുഴ വേണമെന്നില്ല. ആ അനുഭവം നൽകുന്ന മാതൃഭാഷയിലെ പുഴ എന്ന വാക്ക് അറിഞ്ഞാൽ മതി. ഇപ്പൊ കുന്നുകളിലൂടെയൊക്കെ തട്ടി ഒഴുകുന്ന പുഴ എന്നൊക്കെ നിങ്ങളുടെ ടീച്ചർമാര് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഭാവനയിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഒരു പുഴയുണ്ട്, ആ പുഴ എന്താണ്? കുന്നുകളിലൂടെയൊക്കെ തട്ടി ഇങ്ങനെ ഒഴുകി വരുന്നത് അല്ലെ. നിങ്ങളുടെ മുന്നിൽ ആ പുഴയുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾക്കത് ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മനസ്സിലാക്കി എടുക്കാൻ, അല്ലെങ്കിൽ അത് ഭാവനയിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ മാതൃഭാഷയിൽ നമ്മൾക്കത് പറഞ്ഞു തരുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പ്രകൃതിയിലുള്ള വസ്തുക്കളുടെ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ ശേഷി വേണം ഇല്ലാത്തതിനെ ഭാവന ചെയ്യാൻ. അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. മറ്റു ശാസ്ത്രങ്ങൾ ഉള്ളതിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ സാഹിത്യം ഇല്ലാത്തതിനെയും മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നു. മാതൃഭാഷ അനേകം ഭാവനാ ബന്ധങ്ങളിലൂടെ നമ്മെ ചേർത്ത് നിർത്തുന്നു. ഇപ്പൊ സാഹിത്യം എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ കഥകളും കവിതകളും ഒക്കെ അല്ലെ. ചില കഥകളൊക്കെ വായിക്കുന്ന സമയത്ത് അവര് ആ ഒരു പരിസരത്തെ ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോ ആ പരിസരത്താണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ പരിസരം നമ്മുടെ ആ ഒരു ഭാവനയിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അത്രയും നമ്മളെ സ്വാധീനിക്കാൻ എന്ത് ചെയ്യും? ആ മാതൃഭാഷയ്ക്ക് കഴിയും. മനസ്സിലായി? അപ്പൊ സാഹിത്യത്തില് അത്രയും പ്രാധാന്യം അതിന് കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് ഇതില് പറയുന്നത് കേട്ടോ. അപ്പൊ പാഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.